പുരാതന ഭാരതത്തിൽ ജീവിച്ചിരുന്ന മഹാപണ്ഡിതനും തത്വജ്ഞാനിയുമായിരുന്നു ആചാര്യ ചാണക്യൻ. അദ്ദേഹത്തിന്റെ ചാണക്യനീതി അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയ ഈ എപ്പിസോഡ് ആദ്യാന്തം സ്കിപ്പ് ചെയ്യാതെ കാണുകയും ആശയങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വിജയലക്ഷ്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുക. വില്ലേജ് ലൈറ്റിന്റെ എപ്പിസോഡിൽ ചിന്തിക്കുന്നത് മഹാവിജയത്തിന്റെ ആത്യന്തിക രഹസ്യം എന്തെന്നാണ്. ഒന്നാമതായി, ഒരു വ്യക്തി തന്റെ മുഴുവനും ശ്രദ്ധയും തങ്ങളിൽ തന്നെ കേന്ദ്രീകരിച്ച് മുന്നേറുന്നുവെങ്കിൽ അസാധ്യമെന്ന് കരുതിയതും സാധ്യമാകും എന്നുള്ളതാണ്. ഒരു വ്യക്തിയിൽ മറഞ്ഞിരിക്കുന്ന ശക്തിവിശേഷങ്ങളെ പുറത്തെടുത്താൽ എത്ര വലിയ പ്രതിസന്ധികളെയും അധികരിച്ച് മുന്നോട്ടു പോകുവാൻ കഴിയും എന്നുള്ളത് മാത്രമാണ് യാഥാർത്ഥ്യം. പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അതിനുള്ള പരിഹാരവും മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ശ്രദ്ധ വികേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് നമ്മുടെ പരാജയ കാരണം. സെന്റിമീറ്ററുകൾ മാത്രം വ്യാസത്തിലുള്ള സൂര്യരശ്മികൾ ഒരു ലെൻസിലൂടെ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അഗ്നിയായി മാറുന്നു. അതുപോലെ തന്നെ നമ്മിലെ ഊർജം കേന്ദ്രീകരിക്കപ്പെട്ടാൽ അത് മഹാശക്തിയായി മാറും. വിവേകാനന്ദനെ പോലെയുള്ള മഹാവ്യക്തിത്വങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ധ്യാന പരിശീലനത്തിലൂടെ ഏകാഗ്രത നേടിയെടുത്തതാണ് അദ്ദേഹത്തെ അതുല്യ വ്യക്തിത്വമായി രൂപാന്തരീകരിച്ചത്. പുരാതന കാലത്തെ മഹാ ആചാര്യന്മാരെല്ലാം ധ്യാന പരിശീലനത്തിലൂടെ തങ്ങളുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും തങ്ങളുടെ മനസ്സിന്റെയും ആത്മാവിന്റെയും ആഴങ്ങളിലേക്ക് കടന്നു വരികയും തങ്ങളിൽ ദൈവം മറച്ചു വച്ചിരിക്കുന്ന ശക്തിവിശേഷങ്ങളെ തിരിച്ചറിയുകയും ചെയ്തു. അങ്ങനെ അവരുടെ ജീവിതം പ്രകാശിതമായി തീരാൻ തങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ഗുണവിശേഷങ്ങളെ ഒരു പരിധിവരെ ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എത്ര ഉയർച്ചയിലെത്തിയ വ്യക്തിയും തങ്ങളുടെ കഴിവിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ ജീവിത കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. അങ്ങനെയെങ്കിൽ നാം മറ്റുള്ളവരിൽ ആശ്രയിക്കാതെ നമ്മിലേക്ക് തന്നെ തിരിഞ്ഞ് നമ്മുടെ എല്ലാ കഴിവുകളെയും സ്മാർട്ടായി ഉപയോഗിക്കുകയാണെങ്കിലോ പ്രവചനാതീതമായ വിജയം സ്വന്തമാക്കാൻ ഓരോ വ്യക്തിക്കും കഴിയും. ഗർവ്വ കൂടാതെ ദൈവവിചാരത്തോടെ തങ്ങളുടെ മുഴുവൻ ശക്തിവിശേഷങ്ങളെയും പുറത്തെടുത്താൽ നിങ്ങളുടെ നിലവിലുള്ള എല്ലാ പ്രതിസന്ധികളെയും അധികരിച്ച് മുന്നേറുവാൻ സാധിക്കും. പഠനത്തിൽ പിന്നോട്ടു പോകുന്ന വിദ്യാർത്ഥി കഴിവ് കുറവുള്ളത് കൊണ്ടാണെന്ന് കരുതുന്നുവോ? പഠനത്തിൽ പരാജയപ്പെടുന്ന 99% കുട്ടികളും പരാജയപ്പെടുന്നതിന് കാരണം തങ്ങളുടെ ശ്രദ്ധ വികേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. കുട്ടികളെ ട്യൂഷൻ അയച്ചിട്ടും കാര്യമായി മെച്ചമുണ്ടായി എന്ന് വരികയില്ല. കാരണം കുട്ടിയുടെ ശ്രദ്ധ മൊബൈലിലോ കളികളിലോ മറ്റെന്തിലെങ്കിലുമോ നഷ്ടപ്പെട്ടു പോയിരിക്കാം. പഠന സാധ്യതകൾ എത്ര അധികം മുമ്പിലുണ്ടെങ്കിലും പരാജയപ്പെടുക തന്നെ ചെയ്യും. നഷ്ടപ്പെട്ടു പോയ മനസ്സിന്റെ ശാന്തതയും ഏകാഗ്രതയും തിരികെ കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തിക്ക് വിജയകരമായി മുന്നേറുവാൻ ആവശ്യമായ വ്യക്തത ലഭിക്കുകയുള്ളൂ. ഭൂരിഭാഗവും സമയവും നമ്മുടെ മനസ്സ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അലഞ്ഞു തിരിയുകയായിരിക്കും. അലഞ്ഞു തിരിയുന്ന മനസ്സിനെ തിരികെ നമ്മിലേക്ക് തന്നെ സന്നിവേശിപ്പിക്കുക. ലോകത്തിലെ മഹാവിജയികൾക്കുണ്ടായിരുന്ന എന്താണ് നമുക്കില്ലാത്തത്? ഏകാഗ്രതയും ഇച്ഛാശക്തിയുമാണ് അവർക്കുണ്ടായിരുന്നതും നമുക്കില്ലാത്തതും. ഏകാഗ്രതയും ഇച്ഛാശക്തിയും പുറമെ നിന്നാണോ കൊണ്ടുവരേണ്ടത്? ഒരിക്കലുമല്ല. നമ്മുടെ ഉള്ളിൽ രൂപപ്പെടേണ്ടതാണ് ഇവ രണ്ടും. ആരുടെയെങ്കിലും സഹായമോ സമ്പത്തോ ഇതിനാവശ്യമാണോ? ഒരിക്കലും ബാഹ്യമായി യാതൊരു സഹായവും ഇതിലേക്ക് ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരിക. നിങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ എല്ലാ കഴിവുകളെയും കണ്ടെത്തുക എന്നു മാത്രമാണ് ഇതിനാവശ്യമായിരിക്കുന്നത്. രണ്ടാമതായി, ഒരു വ്യക്തിക്ക് ഏറ്റവും ആവശ്യം ഇച്ഛാശക്തിയാണ്. ഏത് സാഹചര്യത്തിലും പതറാതെ മുന്നോട്ടു പോകാനുള്ള ഇച്ഛാശക്തി ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മുമ്പിൽ നിന്ന് പ്രശ്നങ്ങൾ താനേ ഓടി ഒളിക്കും. ശാരീരിക ബലമോ സാമ്പത്തിക ശക്തിയോ അല്ല, തീർത്തും ആന്തരികവും എന്തിനേയും നേരിടാനുള്ള മനക്കരുത്തുമാണത്. മനസ്സിന്റെ എല്ലാ ഭയങ്ങളെയും ദൂരെ എറിയുക. നിങ്ങളുടെ ജീവിതത്തിൽ വഴികൾ തുറക്കപ്പെടാൻ തുടങ്ങും.
പലതും ചെയ്യാൻ കഴിയാതെ നിങ്ങളെ സ്തംഭിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് നിങ്ങളിലെ ഭയം മാത്രമാണ്. നിങ്ങൾ 2 ചുവടുകൾ വയ്ക്കൂ, പ്രശ്നങ്ങൾ 4 ചുവടുകൾ പിന്നോട്ട് പോകും. മൂന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് യാതൊരു ബഹളവും കൂടാതെ നിശബ്ദമായി പ്രവർത്തിച്ചു തുടങ്ങുക എന്നതാണ്. പലപ്പോഴും നാം എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് ആരോടെങ്കിലുമൊക്കെ നാം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയും. നാം പറയുന്നതോടുകൂടി തന്നെ നമ്മുടെ ഉള്ളിൽ ആ പ്രവൃത്തി ചെയ്യാനുള്ള താല്പര്യവും ആന്തരിക ശക്തിയും ഗണ്യമായി കുറയും. അതിൻ്റെ കൂടെ കേൾക്കുന്ന വ്യക്തി നിരുത്സാഹപ്പെടുത്തുകയും കൂടി ചെയ്യുകയാണെങ്കിൽ ആ പ്രവൃത്തി ചെയ്യാൻ നമുക്ക് കഴിയാത്ത വിധം മനോശക്തി നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് കഴിവതും ആരോടും പങ്കുവയ്ക്കാതെ പ്രവർത്തികൾ ചെയ്യുന്നത് ശീലമാക്കുക. നാലാമതായി, നാം എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ആ പ്രവൃത്തിയുടെ പ്രത്യക്ഷവും പരോക്ഷവുമായ ഫലങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് വിലയിരുത്തുക എന്നുള്ളതാണ്. ആലോചന കൂടാതെയുള്ള എടുത്തുചാട്ടം ദൂരവ്യാപകമായ നാശം വരുത്തുന്നു എന്ന് ആചാര്യ ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. അഞ്ചാമതായി ചാണക്യൻ പഠിപ്പിക്കുന്നത് മഹാകാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരുമെന്നാണ്. ഈ കഷ്ടപ്പാടുകളെ താപസം എന്നാണ് ചാണക്യൻ വിളിക്കുന്നത്. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വരുമ്പോൾ പിന്മാറാതെ മുൻപോട്ട് പോകാനുള്ള ക്ഷമയും സഹനശക്തിയും ജീവിതത്തെ സുന്ദരവും ആകർഷകവുമാക്കി തീർക്കും. നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്ന ശീലം ഒഴിവാക്കുക. എല്ലാം മനസ്സിലൊതുക്കി ഹൃദയത്തെ ശാന്തമാക്കാൻ പരിശീലിക്കുക. കൂടുതൽ പ്രശ്നങ്ങളിൽ അകപ്പെടാതിരിക്കുവാനും വ്യക്തിപ്രഭ വർദ്ധിക്കുവാനും ഒരു വ്യക്തിക്ക് അത്യാവശ്യമാണിത്. ബലഹീനനായ മനുഷ്യൻ പ്രയാസങ്ങളിൽ വ്യാകുലപ്പെടുകയും മറ്റുള്ളവരോട് പങ്കുവെച്ച് ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ശക്തരായ മനുഷ്യർ ധ്യാനത്തിലൂടെ സർവ്വതും ദൈവത്തിൽ അർപ്പിച്ച് ശക്തി പ്രാപിക്കുന്നു. ആറാമതായി നാം നേടിയെടുക്കേണ്ടത് ഉൽപ്പന്നമതിത്വമാണ്. ഓരോ കാര്യങ്ങളോടും വിവേകപൂർണമായി ത്വരിതഗതിയിൽ പ്രതികരിക്കുവാനുള്ള കഴിവാണിത്. സംസാരത്തിലാണെങ്കിലും പ്രവൃത്തിയിലാണെങ്കിലും പെട്ടെന്ന് പ്രതികരിക്കുവാനുള്ള കഴിവ് നമ്മുടെ വ്യക്തിത്വത്തെ കൂടുതൽ ക്രിയാത്മകവും ഊർജ്ജസ്വലതയുള്ളതുമാക്കി മാറ്റുന്നു. ഏഴാമതായി നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട അതുല്യ ഗുണമായി ചാണക്യൻ പറയുന്നത് രഹസ്യങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. എപ്പോഴും എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറഞ്ഞു നടക്കരുത്. കുറഞ്ഞ വാക്കുകളിൽ കാര്യങ്ങൾ മനസ്സിലാകുന്ന വിധത്തിൽ അവതരിപ്പിക്കാൻ പരിശീലിക്കണം. രഹസ്യമായിരിക്കേണ്ട കാര്യങ്ങൾ ഉറ്റ സുഹൃത്തുക്കളോട് പോലും സംസാരിക്കരുത്. നമ്മുടെ കയ്യിലുള്ള മൂല്യമേറിയതും വിലയേറിയതുമായ വസ്തുക്കളെക്കുറിച്ച് ആരോടും പറയാതിരിക്കുന്നതാണ് ഉത്തമമെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇല്ലായ്മകളും മറ്റുള്ളവരോട് പങ്കുവയ്ക്കാതെ രഹസ്യമായി സൂക്ഷിക്കണമെന്ന് ആചാര്യ ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. എട്ടാമതായി ചാണക്യൻ പഠിപ്പിക്കുന്നത് നാം എല്ലാവിധ തിന്മ നിറഞ്ഞ മനുഷ്യരിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക എന്നുള്ളതാണ്. നാം നന്മ മാത്രം ചെയ്യുന്നവരാണെങ്കിലും തിന്മയിൽ വ്യാപരിക്കുന്ന മനുഷ്യരുമായി സൗഹൃദം സ്ഥാപിച്ചാൽ അവർ ചെയ്യുന്ന ദുഷ്പ്രവൃത്തിയുടെ ഫലം നാമും അനുഭവിക്കേണ്ടി വരും. അതുപോലെ തന്നെ നീചന്മാർ താമസിക്കുന്ന പ്രദേശത്ത് താമസിക്കുകയോ അവിടെ ചിലവഴിക്കുകയോ ചെയ്യുന്ന ഓരോ നിമിഷവും അപകടകരമായി തീരാമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ആചാര്യ ചാണക്യൻ ഉപദേശിക്കുന്ന ഈ 8 കാര്യങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ആർക്കും നിങ്ങളെ തകർത്ത് കളയുവാൻ ആവുകയില്ല. ജീവിതത്തിൽ വിജയം കൈവരിക്കുക തന്നെ ചെയ്യും. വില്ലേജ് ലൈറ്റിന്റെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീർന്നുവെന്ന് കരുതുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.